അതെ, ആദ്യമായിട്ട് ഞാനൊന്ന് അപ്രീഷിയേറ്റ്, വർഷം കുറെ ആയി, പക്ഷെ എന്നാലും ടൈമിലെ പാട്ട് ഉഗ്രനാട്ടോ, പറയാതിരിക്കാൻ പറ്റിയല്ല. എന്നാ നല്ല പാട്ടാ. ഞാൻ എന്റെ ഏട്ടന്റെ പടമായതുകൊണ്ടും പറയുന്നതല്ല, ഒന്നുമല്ല, പക്ഷെ സൂപ്പർ പാട്ട്. പിന്നെ എന്നാ മെലഡീസ് പാട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ? അല്ല, അങ്ങനെയല്ല. നമുക്ക് വരുന്ന അപ്പൊ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലേ നമ്മൾ പാട്ട്. അപ്പോൾ അത് ഒരു പക്ഷെ ഏതെങ്കിലുമൊക്കെ മെലഡികൾ ഹിറ്റ് ആവുമ്പോൾ അങ്ങനെയുള്ള പാട്ട് വേണമെന്ന് ഉള്ള ആളുകൾ കൂടുതൽ വരാൻ നമ്മുടെ അടുത്ത് എത്തിച്ചു തരും. ഈ മ്യൂസിക് ചെയ്യുമ്പോൾ ഭയങ്കര റിലാക്സ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്? അങ്ങനെയൊന്നുമില്ല. അതോ വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇതൊന്നും നടക്കില്ല. ഞാൻ കഴിവതും വീട്ടിൽ തന്നെ ഒരു സ്പേസ് ഉണ്ട്, അവിടെ ഇരിക്കാൻ എനിക്കിഷ്ടം, വർക്ക് ചെയ്യാൻ. പക്ഷെ അപ്പൊ ഈ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വയലൻസും ബ്ലിസ്സും അപ്പോ ആ പശ്ചാത്തലത്തിൽ പറ്റിയ കുറച്ച് സിനിമകൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ഇപ്പൊ ചെയ്യുന്നതെല്ലാം അപ്പൊ അതിന്റെ ആ പാട്ടേക്കും മനസ്സിലാവും, വയലന്റ് പാട്ടുകളോ. അത് ഈ പറഞ്ഞ പോലെ ആ പശ്ചാത്തലത്തിൽ ചെയ്തതാണോ? അല്ല, ഫസ്റ്റ് കമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം അങ്ങനെ കേൾപ്പിക്കലൊന്നുമില്ല. ആ വഴി വരികയാണെങ്കിൽ കേൾപ്പിക്കുന്നല്ല, അല്ലാണ്ട് എപ്പോഴും ഉണ്ടല്ലോ. അല്ല, ഞാനിപ്പോ ചോദിക്കുന്നത് 4 വരി കഴിയുമ്പോ ഇതൊന്ന് കേട്ടു നോക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കേൾപ്പിക്കുവല്ലേ? അപ്പൊ ഞാൻ കേൾപ്പിക്കാൻ വരുമ്പോ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അവൾ അപ്പുറത്തോട്ട് അടുക്കളയിലോട്ടോ. എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന പോലെ ഞാൻ ആ പരിപാടി നിർത്തി. അപ്പൊ പുള്ളിക്കാരത്തെ അപ്പൊ അങ്ങനെയൊന്നും കേൾപ്പിക്കുവല്ല? അല്ല, കേൾക്കുന്നുണ്ട് എന്തായാലും. കേട്ടില്ലെങ്കിൽ അത് ചോദിക്കുള്ളൂ. അല്ല, ക്രിട്ടിസൈസിങ് അല്ല. ഇപ്പൊ ഒരു കേൾക്കാത്തൊരു സാധനം ഇറങ്ങി. ഇപ്പൊ ചില സമയത്ത് ഞാൻ വേറെ സ്പേസിൽ എൻ്റെ ഒരു വർക്ക് സ്പേസ് ഉണ്ട്. അപ്പൊ ചിലപ്പോൾ അവിടെ ഇരിക്കുവാണെങ്കിൽ ആ പ്രോജക്റ്റിന്റെ ഒരു പാട്ട് ചിലപ്പോൾ ഇവള് കേട്ടിട്ടുണ്ടാവില്ല. അപ്പൊ അത് കേൾക്കുമ്പോൾ ഇവള് പരാതി പറയും, ഇത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചെയ്യാറ് കേൾപ്പിക്കാൻ വേണ്ടി ഞാൻ അന്ന് കൊണ്ടുവന്ന് ഇട്ടപ്പോ നീ കേട്ടോ. മോക്ക് ഭയങ്കര ഒരു മ്യൂസിക് ടേസ്റ്റ് ഉണ്ട്. പക്ഷെ പാടുന്നതിലോട്ടുള്ള ഇൻട്രസ്റ്റ് കാണിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്കറിയാം അത് ഒരു പരിപാടി ഉണ്ട്. നല്ല ലിസണിങ് ഉണ്ട്, ടേസ്റ്റുകളുണ്ട്. അപ്പൊ ഞാനിപ്പോ ഈ മോള് കൂടുതൽ നമ്മൾ കേൾക്കുന്നതിനേക്കാളും കൂടുതൽ പുതിയ കാര്യങ്ങൾ, പാട്ടുകൾ, പിള്ളേരല്ല അവരുടെ. അപ്പൊ ഞാൻ കാറിലൊക്കെ ഇരിക്കുമ്പോൾ പുതിയൊരു ഞാൻ കേൾക്കാത്തൊരു പാട്ട് പ്ലേ ആണെങ്കിൽ എനിക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ അതിൽ ഇത് ആഡ് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും പുള്ളിക്കാരി ഉടനെ ആഡ് ചെയ്യും. DJ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതില് എനിക്ക് സീരിയസ്ലി ഞാനിപ്പോ പലതും ഇപ്പൊ പുതിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ റെഫർ ചെയ്യുന്നത് ആ ഒരു പ്ലേലിസ്റ്റുള്ള പാട്ടുകളാണ്. അതുണ്ട്. നല്ല കാര്യം. കുട്ടികള് അവര് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ പിന്നെ കുറെ വർഷങ്ങൾ അഹെഡാണ്. പിന്നെ ഒത്തിരി മുന്നേ നമ്മളൊക്കെ ഇത്തിരി പുറകെയാന്ന് വേണം. നമുക്ക് അതിനൊപ്പം സഞ്ചരിക്കണമെങ്കിൽ അവരുടെ ഭാഷ കൊണ്ട് നമുക്ക് മനസ്സിലാവണം. Let's cook with love.